തുടരും. തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ടൻ, ശോഭന എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമ കണ്ടിറങ്ങി. എന്നിട്ടും സിനിമയുടെ ഹാങ് ഓവർ മാറുന്നില്ല. അമ്മാതിരി കിടുക്കാച്ചി സൂപ്പർ ത്രില്ലർ സിനിമ എന്ന് വേണം ഒറ്റ വാക്കിൽ പറയാൻ. തരുൺമൂർത്തി എന്ന സംവിധായകനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിനു മുമ്പിറങ്ങിയ 2 സിനിമകളിലും കഴിവ് തെളിയിച്ച സംവിധായകനാണ് തരുൺമൂർത്തി. പക്ഷെ തുടരും പൊളിച്ചടുക്കി എന്ന് വേണം പറയാൻ. പല സംവിധായകർക്കും കഴിയാത്തത് തരുൺമൂർത്തിക്ക് കഴിഞ്ഞു. ആ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി. ലാലേട്ടൻ്റെ പഴയ കളിയും ചിരിയും കോമഡിയും എന്തിന് കണ്ണുകൾ കൊണ്ടുള്ള അഭിനയം വരെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു തുടരും എന്ന സിനിമയിലൂടെ. എല്ലാ മേഖലയിലും മികച്ചു നിന്ന ഒരു പെർഫെക്റ്റ് മൂവിയാണ് തുടരും. സിനിമയുടെ ഫസ്റ്റ് ഹാഫിന്റെ ആദ്യ അരമണിക്കൂറുകൾ ചെറിയ കോമഡിയും റൊമാൻസും ലാലേട്ടനെ തന്നെ ട്രോളുന്ന കുറച്ച് സീനുകളുമായി നമ്മളെ രസിപ്പിച്ചുവെങ്കിൽ പിന്നീട് അങ്ങോട്ട് പടം സീരിയസ് ആകാൻ തുടങ്ങി. ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തുന്നതും അങ്ങനെ ഒരു ഘട്ടത്തിലാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നടന്നത് തീയാണ്. എല്ലാ പ്രേക്ഷകരെയും സീറ്റ് എഡ്ജിൽ ഇരുത്തുന്ന ഒരു സെക്കൻഡ് ഹാഫാണ് ഉള്ളത്. അമ്മാതിരി സൂപ്പർ സിനിമ. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആകും. ആദ്യ ഷോ തന്നെ ഈ സിനിമ കണ്ടത് കാര്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സൂപ്പർ സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് തുടരും. ഫ്രഷ് തിരക്കഥ. ആ തിരക്കഥയെ ഗംഭീരമായി തന്നെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തരുൺമൂർത്തി. സിനിമയുടെ തിരക്കഥ KP സുനിലും തരുൺമൂർത്തിയും ചേർന്നാണ്. കഥ KP സുനിലിൻ്റെതാണ്. ലാലേട്ടൻ, ശോഭന കോമ്പിനേഷനൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. മണിയം പിള്ള രാജു, ബിനു പപ്പൻ, ഇർഷാദ്, ഫർഹാൻ ഫാസിൽ എല്ലാവരും കിടിലനായി പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഓരോ കാസ്റ്റിംഗും മിസ് കാസ്റ്റിംഗ് ആയി തോന്നിയിട്ടില്ല. എല്ലാവരും കിടുക്കിയിട്ടുണ്ട്. എടുത്ത് പറയേണ്ട ചിലരുടെ പെർഫോമൻസ് ഉണ്ട്. അത് ചിലപ്പോൾ സ്പോയിലർ ആകുന്നതുകൊണ്ട് പറയുന്നില്ല. നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കൂ. പിന്നെ എടുത്ത് പറയേണ്ടത് ജേക്സ് വിജയുടെ കിടിലൻ മ്യൂസിക് ആണ്. ഈ അടുത്തിടയിൽ കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് തുടരും സിനിമയിൽ കൂടെ കേൾക്കാൻ പറ്റുന്നത്. ഈ സിനിമയുടെ ഒരു ടെമ്പോ നിലനിർത്തുന്നത് തന്നെ ജേക്സ് വിജയുടെ മ്യൂസിക്കോട് കൂടിയാണ്. സിനിമാറ്റോഗ്രാഫിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ സിനിമാറ്റോഗ്രാഫിയാണ് തുടരും സിനിമയുടേത്. ആ ഗ്രാമഭംഗിയൊക്കെ കിടിലനായി എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ ഫ്രെയിമും കിടിലൻ കളർഫുൾ എന്ന് വേണം പറയാൻ. ഷാജി കുമാറാണ് സിനിമാറ്റോഗ്രാഫർ. സിനിമയുടെ എഡിറ്റിംഗ് കാണുമ്പോൾ മനസ്സിലായത് നിഷാദ് യൂസുഫിനെ നമ്മൾ എത്രമാത്രം മിസ് ചെയ്തു എന്നുള്ള കാര്യമാണ്. സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് യൂസുഫും ഷെഫീഖ് വീബിയും കൂടി ചേർന്നാണ്. തുടരും സിനിമയുടെ എഡിറ്റിംഗ് നല്ലതായിരുന്നു. കൂടുതലൊന്നും പറയാനില്ല. ഒന്നും നോക്കണ്ട, ടിക്കറ്റ് എടുത്തോളൂ. സിനിമ കയറി കൊളുത്തിയിട്ടുണ്ട്. വലിയ ബഡ്ജറ്റോ വലിയ താരങ്ങളോ ഒന്നും വേണ്ട സിനിമയെ വിജയിപ്പിക്കാൻ. ഒരു നല്ല കണ്ടന്റും മികച്ച മേക്കിങ്ങും ഉണ്ടായാൽ സിനിമ ഉറപ്പായും വിജയിക്കും. തുടരും തന്നെയാണ് അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണം. ദയവ് ചെയ്ത് ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും സസ്പെൻസ് പൊളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാമിലി പ്രേക്ഷകരുടെ തള്ളിക്കയറ്റം വരും ഷോകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉറപ്പായും കാണാൻ സാധിക്കും. അതിന്റെ കാരണം സിനിമ കണ്ടവർക്ക് മനസ്സിലാകും. നിങ്ങൾ തുടരും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്.